താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ആദ്യത്തെ 3 ഉത്തരങ്ങൾ ശരിയാണ്. KP വള്ളോൻ, പുലയ മഹാസഭ ശരിയായ ഉത്തരമാണ്. അയ്യാ വൈകുണ്ഠൻ, അതായത് വൈകുണ്ഠസ്വാമികൾ, ഉച്ചിപ്പതിപ്പ്, അതും ശരിയാണ്. CP അച്യുതമേനോൻ, വിദ്യാവിനോദിനി എന്ന മാസികയുടെ സ്ഥാപകനാണ് CP അച്യുതമേനോൻ. അത് 3 ശരിയായ ഉത്തരമാണ്. ഇനി നമുക്ക് ഈ ഉത്തരത്തിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിദ്യാഭ്യാസം വിപ്ലവമാക്കിയ നവോത്ഥാന നായകനായിരുന്നു KP വള്ളോൻ. പുലയർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹ്യ മുന്നേറ്റം സാധ്യമാകൂ എന്ന് പറഞ്ഞത് KP വള്ളോനാണ്. അദ്ദേഹം ജനിച്ചത് 1900 ജനുവരി 2 കൊച്ചിക്കായലിലെ മുളവുകാട് ദ്വീപിൽ കോലാട്ട് വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് പിഴങ്ങൻ, മാതാവ് മാല, ഭാര്യയുടെ പേര് താര എന്നായിരുന്നു. വിദ്യാഭ്യാസം വിപ്ലവമാക്കിയ നവോത്ഥാന നായകനായിരുന്നു KP വള്ളോൻ. പുലയർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കോട്സാണ്, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹ്യ മുന്നേറ്റം സാധ്യമാക്കൂ എന്ന്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അധസ്ഥിതരുടെ സാമൂഹ്യ മുന്നേറ്റം സാധ്യമാക്കൂ എന്ന് പറഞ്ഞത് KP വള്ളോനാണ്. KP വള്ളോൻ ജനിച്ചത് 1900 ജനുവരി 2 കൊച്ചിക്കായലിലെ മുളവുകാട് ദ്വീപിൽ കോലാട്ട് വീട്ടിൽ പിഴങ്ങൻ്റെയും മാലയുടെയും പുത്രനായിട്ടാണ് ജനിച്ചത്. അധകൃതൻ എന്ന മാസിക 1936 എറണാകുളത്തെ ധർമ്മകാഹളം പ്രസ്സിൽ നിന്ന് അദ്ദേഹം പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചി രാജ്യത്തെ ആദ്യ ഹരിജൻ ഹോസ്റ്റൽ സ്ഥാപിച്ചതും KP വള്ളോനാണ്. ചിറ്റൂർ റോഡിൽ 1938 അദ്ദേഹം ഈ ഹരിജൻ ഹോസ്റ്റൽ സ്ഥാപിച്ചത്. പിന്നെ 1931 1935 KP വള്ളോൻ നിയമസഭാംഗമായിരുന്നു. ഈ അധസ്ഥിതർക്ക് കൂട്ടത്തോടെ പാർക്കാനാകും വിധം ദളിത് കോളനികളൊക്കെ സ്ഥാപിക്കാൻ മുൻകൈയെടുത്തൊരു നവോത്ഥാന നായകൻ കൂടിയായിരുന്നു KP വള്ളോൻ. അങ്ങനെ സ്ഥാപിച്ച ആദ്യത്തെ ദളിത് കോളനിയായിരുന്നു ഇരിങ്ങാലക്കുടയിലെ മാലിപ്രം. പിന്നെ 1938 തന്നെ ദളിത് വിദ്യാർത്ഥികൾക്ക് എറണാകുളത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 1935 അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായ ആദ്യ ദളിത് വനിതയായിരുന്നു ദാക്ഷായണി വേലായുധൻ. ഈ ദാക്ഷായണി വേലായുധൻ KP വള്ളോൻ്റെ സഹോദരിയായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലെ അയ്യങ്കാളി എന്നറിയപ്പെട്ടിരുന്നത് KP വള്ളോനാണ്. എറണാകുളത്ത് KP വള്ളോൻ റോഡ് ഉണ്ട്. KP വള്ളോൻ റോഡ് എവിടെയാണ്? എറണാകുളത്താണ്. 1940 ഏപ്രിൽ 14 അദ്ദേഹം 40-ാം വയസ്സിൽ അന്തരിക്കുന്നത്. അതായത് വസൂരി ബാധിച്ചാണ് മരണപ്പെടുന്നത്. തൃശ്ശൂരിലെ മാളയിൽ വെച്ചിട്ടാണ്. ഈ വസൂരി ബാധിതരെ പരിചരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഈ രോഗം പിടിപെട്ട് വസൂരി ബാധിച്ച് മരണപ്പെടുന്നത്. അയ്യാ വൈകുണ്ഠർ അല്ലെങ്കിൽ വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 1809 മാർച്ച് 12 അദ്ദേഹം ജനിച്ചത്. 1851 ജൂൺ 3 അദ്ദേഹം മരണമടഞ്ഞത്. അദ്ദേഹം ജനിച്ചത് സ്വാമിത്തോപ്പാണ്, ശാസ്താംകോയിൽ, അതായത് കന്യാകുമാരി, നാഗർകോവിൽ കന്യാകുമാരിയിലുള്ള സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സമുദായം നാടാർ അല്ലെങ്കിൽ ചാന്നാർ വിഭാഗത്തിലായിരുന്നു. നമ്മൾ പഠിച്ചിരുന്നു ഈ ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തത്, അതായത് ചാന്നാർ ലഹള നടത്താനായിട്ട് മുൻകൈ എടുത്തത് വൈകുണ്ഠസ്വാമികളായിരുന്നു. ആദ്യകാല പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ സമയത്ത് ഇത്ര താഴ്ന്ന ജാതിക്കാർക്ക് ഇതുപോലുള്ള പേരുകൾ ഇടാനായിട്ട് അവർ അനുവദിച്ചിരുന്നില്ല, ഉയർന്ന ജാതിയിൽപ്പെട്ടവർ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് മുത്തുക്കുട്ടി എന്ന് മാറ്റേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ പാരൻസ് അച്ഛനും അമ്മയായിരുന്നു പൊന്നുനാടാറും വെയിലാളമ്മയും. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന എന്നറിയപ്പെടുന്നത് സമത്വ സമാജം, വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജമാണ്. 1836 അത് സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികൾ തന്നെയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ സംഘടന ഏതാണ്? സമത്വ സമാജം. 1836 അത് സ്ഥാപിക്കുന്നത്. 1837 വൈകുണ്ഠസ്വാമികളെ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അന്നത്തെ ഭരണാധികാരിയായിരുന്നു സ്വാതി തിരുനാൾ. അപ്പോൾ ഈ തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരിയിലെ നീചന്മാരുടെ ഭരണം,
അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്നൊക്കെ വിശേഷിപ്പിച്ചതിനാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കപ്പെട്ടത്. അപ്പോൾ സാമൂഹ്യ വിപ്ലവകാരി എന്ന് വിളിക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ കൂടിയായിരുന്നു വൈകുണ്ഠസ്വാമികൾ. തൈക്കാടിൻ്റെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ എന്ന് പറയുന്നത്. എന്നാൽ ഈ തൈക്കാടയ്യ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ തൈക്കാടയ്യ പറഞ്ഞതിന് പ്രകാരമാണ് സ്വാതി തിരുനാൾ ഈ ജയിലിൽ നിന്നും വൈകുണ്ഠസ്വാമികളെ പുറത്തുവിടുന്നത്. ഊഴിയം വേല നിർത്തലാക്കിയത് ഉത്രം തിരുനാളാണ്. പക്ഷേ അതിനുവേണ്ടി പോരാടിയത് വൈകുണ്ഠസ്വാമികളാണ്. ഊഴിയം വേല നിർത്തലാക്കാനായി തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയത് വൈകുണ്ഠസ്വാമികളാണ്. എന്താണ് ഇനി ഈ ഊഴിയം വേല? ഒരു വർഷത്തിൽ ഇത്ര മാസക്കാലം ശമ്പളമൊന്നും വാങ്ങാതെ രാജാവിന് വേണ്ടി ജോലി ചെയ്യണം. അതാണ് ഊഴിയം വേല. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം നയിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്നായിരുന്നു അതിൻ്റെ മുദ്രാവാക്യം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളായിരുന്നു. അതുപോലെ തന്നെ ഗുരുവിന്, ശ്രീനാരായണ ഗുരുവിന് കണ്ണാടി പ്രതിഷ്ഠ എന്ന ആശയം നൽകിയതും വൈകുണ്ഠസ്വാമികളായിരുന്നു. വൈകുണ്ഠസ്വാമികൾ ആണ് സമപന്തി ഭോജനം നടത്തിയത്. സമപന്തി ഭോജനം എന്ന് പറയുമ്പോൾ ഒരു ഭക്ഷണ സമത്വത്തിന് വേണ്ടിയിട്ടാണ് സമപന്തി ഭോജനം നടത്തിയത്. പിന്നെ അതുപോലെ തന്നെ ചിട്ടയായ ജീവിതം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തുവയൽ പന്തി കൂട്ടായ്മ കൂടെ അദ്ദേഹമാണ് സ്ഥാപിച്ചത്. ചിട്ടയായ ജീവിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തുവയൽ പന്തി കൂട്ടായ്മ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചത്. അതുപോലെ തന്നെ മുന്തിരിക്കിണർ അഥവാ സ്വാമി കിണർ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളുടെ സംഭാവനകളാണ്. അവർണ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി വൈകുണ്ഠസ്വാമികൾ നടത്തിയ സമരമാണ് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത്. കേരള അയിത്തോച്ചാടന പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടി.കെ. മാധവനാണ്. പക്ഷേ ഈ അയിത്തോച്ചാടന പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1822 ചാന്നാർ ലഹള. അപ്പോൾ അന്ന് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാളായിരുന്നു. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾ ക്രിസ്തുമതം സ്വീകരിക്കുകയാണെങ്കിൽ മാറുമറയ്ക്കാനുള്ള അവകാശം തരാമെന്ന് പറഞ്ഞ ദിവാനായിരുന്നു കേണൽ മൺറോ. 1813 അത് പറഞ്ഞത്. 1859 ഉത്രം തിരുനാൾ ഉത്തരവ് കൊടുത്തപ്പോൾ ആ സമയത്തെ മദ്രാസ് ഗവർണറായിരുന്നത് ചാൾസ് ട്രവല്യൻ ആണ്. ചാൾസ് ട്രവല്യന് തൊട്ടു മുമ്പ് മദ്രാസ് ഗവർണറായിരുന്നത് ലോർഡ് ഹാരിസ് ആയിരുന്നു, അല്ലെങ്കിൽ ഹാരിസ് സാഹിബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞ മദ്രാസ് ഗവർണർ കൂടിയാണ് ഈ ചാൾസ് ട്രവല്യൻ. അപ്പോൾ 1859 ഉത്രം തിരുനാൾ ഉത്തരവ് കൊടുത്തപ്പോൾ ആ സമയത്തെ മദ്രാസ് ഗവർണറായിരുന്നതും ചാൾസ് ട്രവല്യനാണ്. പിന്നോക്ക ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് പറഞ്ഞ മദ്രാസ് ഗവർണറും ചാൾസ് ട്രവല്യനാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകണമെന്ന് വൈകുണ്ഠസ്വാമികളോട് അഭിപ്രായപ്പെട്ട ഗവർണറായിരുന്നു ലോർഡ് ഹാരിസ്. അപ്പോൾ ഈ ചാൾസ് ട്രവല്യന് മുൻപ് മദ്രാസ് ഗവർണറായിരുന്നത് ലോർഡ് ഹാരിസ് ആയിരുന്നു. ഈ വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആശയം അല്ലെങ്കിൽ ചിന്താ പദ്ധതി എന്നറിയപ്പെടുന്നതാണ് അയ്യാവഴി മതം. അതിൻ്റെ ചിഹ്നമായിരുന്നു 1008 ഇതളുകളുള്ള തീജ്വാല വഹിക്കുന്ന താമര. 1008 ഇതളുകളുള്ള തീജ്വാല വഹിക്കുന്ന താമര, അതായിരുന്നു അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം. അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രങ്ങളെ വിളിക്കുന്ന പേരാണ് പതികൾ. അതിൻ്റെ പുണ്യസ്ഥലം അറിയപ്പെടുന്നതാണ് ദച്ചനം അല്ലെങ്കിൽ തിരുച്ചെന്തൂർ. അയ്യാവഴി മതത്തിൻ്റെ ക്ഷേത്രങ്ങളെ വിളിക്കുന്ന പേരാണ് പതികൾ. ഇനി വൈകുണ്ഠമല എവിടെയാണ്? തമിഴ്നാടാണ്. തമിഴ്നാട് അത്തളവിള എന്ന സ്ഥലത്താണ് വൈകുണ്ഠമല. ഇനി അയ്യാവഴി മതത്തിൻ്റെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ കലിയുഗം മാറ്റി ധർമ്മയുഗം കൊണ്ടുവരിക. കലിയുഗം മാറ്റി ധർമ്മയുഗം കൊണ്ടുവരിക എന്നതായിരുന്നു അയ്യാവഴി മതത്തിൻ്റെ ആശയം. വിദ്യാഭ്യാസം ലക്ഷ്യമാക്കിക്കൊണ്ട് നിശാപാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അതുകൂടാതെ നിഴൽ താങ്കൾ എന്ന പേരിൽ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചു. നിഴൽ താങ്കൾ എന്ന പേരിൽ ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ഇനി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളായിരുന്നു സാമൂഹിക വിപ്ലവകാരി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നേതാവായിരുന്നു വൈകുണ്ഠസ്വാമികൾ.
അയ്യാ വൈകുണ്ഠർ എന്നറിയപ്പെട്ടിരുന്നു. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്നു. സമ്പൂർണ്ണ ദേവൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ തേവൻ എന്ന് അനുയായികളാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അനുയായികൾ അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് സമ്പൂർണ്ണ ദേവൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നതാണ് സമ്പൂർണ്ണ ദേവൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ തേവൻ. ഇനി വിഷ്ണുവിൻ്റെ അവതാരം എന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം, അതുപോലെ ജാതി ഒന്ന്, മതമൊന്ന്, ദൈവമൊന്ന്, കുലമൊന്ന്, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളായിരുന്നു. ഇനി ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത് പഞ്ചപാണ്ഡവർ അല്ലെങ്കിൽ സീഡർ എന്നായിരുന്നു. പഞ്ചപാണ്ഡവരും ഉണ്ടായിരുന്നു, സീഡർ അല്ലെങ്കിൽ സിറ്റാർ, ഇതാണ് ശിഷ്യഗണം അറിയപ്പെട്ടിരുന്നത്. ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. ദേവദാസി എന്ന് പറയുമ്പോൾ ക്ഷേത്ര നർത്തകിമാരാണ്. ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. പിന്നെ 2014 നിലവിളി സമരം. നിലവിളി സമരം എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജന്മദിവസമായ, അതായത് വൈകുണ്ഠസ്വാമികളുടെ ജന്മദിവസമായ മാർച്ച് 12 കേരള സർക്കാർ അവധി ദിവസമായി അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് VSTP, അതായത് വൈകുണ്ഠസ്വാമി ധർമ്മ പരിപാലന സംഘം 2014 നടത്തിയ സമരമാണ് നിലവിളി സമരം എന്നറിയപ്പെടുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളായിരുന്നു അഖിലത്തിരുട്ട്, അരുൾനൂൽ, അമ്മാനി അരുളാൽ. അഖിലത്തിരുട്ട്, അരുൾനൂൽ, അമ്മാനി അരുളാൽ എന്നിവയായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. ക്രിസ്ത്യൻ മിഷണറിമാരുടെ മതം മാറ്റത്തെ എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ് വൈകുണ്ഠസ്വാമികൾ. CP അച്യുതമേനോൻ. മലയാള സാഹിത്യ നിരൂപണ ശാഖയുടെ പിതൃത്വത്തിന് ഏറ്റവും അർഹനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു CP അച്യുതമേനോൻ. വിദ്യാവിനോദിനി മാസികയിലൂടെ അദ്ദേഹം എഴുതിയ പുസ്തക നിരൂപണങ്ങളിലൂടെയാണ് വിമർശന സാഹിത്യം വളർന്ന് വികസിച്ചത്. വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് CPയുടെ പത്രാധിപത്യത്തിലുള്ള ഈ വിദ്യാവിനോദിനിയിലായിരുന്നു. പിന്നെ കൊച്ചി സ്റ്റേറ്റ് മാനുവൽ, ലാൻഡ് റവന്യൂ മാനുവൽ എന്നീ ഗ്രന്ഥങ്ങളുടെയൊക്കെ കർത്താവാണ് CP അച്യുതമേനോൻ. അതുപോലെ തന്നെ ഉത്തര രാമചരിതം നാടകത്തിൻ്റെ വിവർത്തകനാണ് ഇദ്ദേഹം. ഉത്തര രാമചരിതം എന്ന നാടകത്തിൻ്റെ വിവർത്തകനാണ് CP അച്യുതമേനോൻ. വിദ്യാവിനോദിനി മാസിക അത് പ്രസിദ്ധീകരിച്ചത് 1890 വിദ്യാവിനോദിനി മാസികയുടെ സ്ഥാപകനാണ് CP അച്യുതമേനോൻ. അതുപോലെ തന്നെ വിനോദ ചിന്താമണി എന്നൊരു നാടക സംഘം ഉണ്ടായിരുന്നു. വിനോദ ചിന്താമണി എന്ന നാടക സംഘത്തിൻ്റെ പ്രോദ്ഘാടകൻ, സാഹിത്യ വിമർശകനായിരുന്നു. 1862 മെയ് 5 തൃശ്ശൂരിലാണ് ഇദ്ദേഹം ജനിച്ചത്. CP കൊച്ചി പ്രാഥമിക വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ സൂപ്രണ്ടായിരുന്നു. CP അച്യുതമേനോൻ കൊച്ചി പ്രാഥമിക വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ സൂപ്രണ്ടായിരുന്നു. സംസ്കൃതം അറിയാത്ത മലയാളികൾക്ക് വേണ്ടി അദ്ദേഹം സാഹിത്യശാസ്ത്രം മനസ്സിലാക്കാനായിട്ട് പല ലേഖനങ്ങളും എഴുതി. രാമവർമ്മ ചില സ്മരണകൾ, ശങ്കരവാര്യർ, ശങ്കുണ്ണി മേനോൻ എന്നീ ദിവാന്മാരുടെ ജീവചരിത്രം, ഇതെല്ലാം CPയുടെ സംഭാവനകളാണ്. രാമവർമ്മ ചില സ്മരണകൾ, ശങ്കരവാര്യർ, ശങ്കുണ്ണി മേനോൻ എന്നീ ദിവാന്മാരുടെ ജീവചരിത്രം, ഇതൊക്കെ CP അച്യുതമേനോൻ്റെ സംഭാവനകളാണ്. CP അച്യുതമേനോൻ സ്ഥാപിച്ച മാസികയാണ് വിദ്യാവിനോദിനി. 1890 സാഹിത്യ വിമർശകനായിരുന്നു CP അച്യുതമേനോൻ.